കൊല്ലത്തുനിന്ന് വന്നിട്ടുള്ള സതീഷും ലക്ഷ്മിയും കയറി വരൂ. സതീശൻ അല്ലേ? അതെ സർ. സതീഷ് ഇരി ഇരി. എന്തായാലും പേര്? ലക്ഷ്മി. ഇരി. അറിയാലോ നിങ്ങളിവിടെ വന്നതിൻ്റെ കാര്യം. ഡൈവേഴ്സിന് കൊടുത്തിട്ട് അങ്ങനെ കോടതിയാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് തരാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലായി സാർ? ഇനി എന്ത് കൗൺസിലിംഗ് തന്നിട്ടും കാര്യമില്ല. എനിക്ക് കൗൺസിലിംഗിലൂടെ ഒന്നും തീരുമെന്ന് എനിക്കും തോന്നുന്നില്ല. എന്താണ് പ്രശ്നം? കാര്യം എനിക്ക് ജീവിക്കാൻ, അദ്ദേഹത്തിനോട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് തന്നെ മെയിൻ കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഈ സൗന്ദര്യം കണ്ടിട്ട് ഇയാളെ കിട്ടിയത് അറിയാം. സൗന്ദര്യം അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. സർക്കസിനെ കൊണ്ടുവന്ന് ആഫ്രിക്കൻ തത്ത കണ്ടിട്ടുണ്ട്. ആഫ്രിക്കൻ തത്ത ഇതാണ്. ഞാനിത് സാർ അങ്ങോട്ട് നോക്കാം. സർവേക്കല്ലി കാക്ക ഊറുകയാണെങ്കിൽ ചന്ദ്രക്കുറി ഇട്ടോണ്ടിരിക്കുന്നത്. അതായിരിക്കും നല്ല സൗന്ദര്യം. ഇതാ പറഞ്ഞ് ഒത്തു പോകത്തില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തു പോകത്തില്ല. ഇതാണ് തറുതൽ പറച്ചിലാണ് ഇത്. പിന്നെ എങ്ങനെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും സാർ? ഇങ്ങനെ തറുതൽ പറയാനാണെങ്കിൽ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് താല്പര്യമില്ല. നമ്മളിത് ചർച്ച ചെയ്ത് നമുക്ക് ഒരു ഇതിൽ ആകണം. അതിനുവേണ്ടിയാണ് വിളിച്ചത്. എന്നാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? എന്താ പ്രശ്നം? അദ്ദേഹം വെള്ളമടിക്കും, നല്ല രീതിയിൽ വന്ന് ദേഹോപദ്രവിക്കും. ഇതൊക്കെ തന്നെ അവിടുത്തെ ജോലി. സതീശ, അത് മോശമാണ്. സ്ത്രീ ഒരു അബലയാണ്. അവളെ തബലയാക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിനുവേണ്ടി അവരെ നമ്മുടെ ആണത്തം സ്ത്രീകളിലല്ല കാണിക്കേണ്ടത്. കടച്ചിൽ വരുന്നുണ്ട്. ഇപ്പൊ കരയും. പണ്ടുപോലെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു നല്ലൊരു ജീവിതം എനിക്ക് വേണമെന്ന്. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരെ എതിർത്തിട്ട് ഞാൻ അയാളുടെ കൂടെ ഇറങ്ങി വന്നേ. പക്ഷെ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊക്കെ നിങ്ങളുടെ മുമ്പാകെ പറയുക. വീടല്ല അത് മനസ്സിലാക്കുക. അറിയാതെ കാര്യം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. കാര്യം പറ. കൊഞ്ഞനം കുത്താതെ കാര്യം പറയണേ അങ്ങോട്ട്. 16 വർഷം ഞങ്ങളുടെ കല്യാണം നടന്നിട്ട് എന്തൊരു സ്നേഹത്തോടു കൂടിയാ ഞാൻ എന്നോട് ഇറങ്ങി വന്നെന്നറിയാമോ? എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത് ഞാൻ ചോദിച്ചാലും കൃത്യമായിട്ട് എനിക്ക് മേടിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം ഒരു പൊട്ടിന്റെ ഉരുപ്പടി മേടിച്ചെടുത്തില്ല. അറിയാമോ? തിന്നത്തില്ലെന്ന് പറയരുത്. ഇന്നലെ മേടിച്ചെടുത്തി പൊട്ടിന്റെ അരിപ്പൊടി. പൊട്ടിന്റെ അരിപ്പൊടിയല്ല, ഒരു പൊട്ടിന്റെ ഉരുപ്പടി മേടിച്ചെടുത്തില്ലെന്ന്. പെണ്ണൊന്ന് അടിക്കുന്നു പറഞ്ഞ് എന്താ ഇവളെ ശരീരത്തിൽ ഇവളൊക്കെ നീളമുള്ള ഒരു സാധനം ഉണ്ട്. അറിയോ? എന്താ ഇവളെ നാക്കും. രമേശേട്ടൻ എന്ന് വിളിക്കട്ടെ. പിണക്കമായിരിക്കും. ഹലോ രമേശേട്ടാ. രമേശേട്ടാ പിണങ്ങല്ലേ രമേശേട്ടാ? രമേശേട്ടാ ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയി രമേശേട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറയത്തില്ലായിരുന്നു ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലാന്ന്. രമേശേട്ടാ സോറി പിണങ്ങല്ലേ രമേശേട്ടാ? രമേശേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? കാണണോ? കാണാനിപ്പോ എന്താ ചെയ്യുന്നേ? അയ്യോ അതിന് രമേശേട്ടന് വഴി അറിയാവോ? വഴി ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം കോഴിക്കോട്. രമേശേട്ടൻ ഞാൻ പാട്ടൊന്നും പാടിയതല്ല. വീടിനടയാളം ഇവിടെ ഒരു ഫ്രണ്ടിലൊരു കോഴിക്കോടുണ്ട്. കോഴിക്കോട് നോക്കി ഇങ്ങനെ വന്നാ മതി. കോഴിക്കോടുണ്ട്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. അപ്പൊ കോഴിക്കോട് കേട്ടോ. കോഴിക്കോടല്ല കോഴിക്കോട്. ഫോൺ വിളിച്ചപ്പോ കോഴിക്കോട് പറഞ്ഞു കൊടുത്ത എനിക്കെനിക്ക് മനസ്സിലായി. കോഴിക്കോട്. അപ്പൊ കള്ളം കപ്പലിൽ തന്നെ. എന്താ